നമസ്കാരം, ക്ലിയർ കട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ക്ലൈമാക്സിലെ മാസ്റ്റർ സ്ട്രോക്കോടെ കോൺഗ്രസിന് ഒടുവിൽ സ്ഥാനാർത്ഥി പട്ടിക. പത്തനംതിട്ടയിൽ തമ്മിൽ തല്ല് തീരാതെ തീരുമാനം കേന്ദ്രത്തിന് വിട്ടുകൊടുത്ത് പട്ടിക നീളുന്ന BJP. ക്ലിയർ കട്ടിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കൊപ്പം ചേരുന്നു ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജും. വടകരയിൽ ശക്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ വന്നു. KPCC പ്രസിഡന്റിന് പകരം മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. വടകരയിൽ ഇനി BJP സ്ഥാനാർത്ഥി ആരെന്ന് കൂടിയേ അറിയാനുള്ളൂ. മുരളീധരൻ വടകരയിൽ എന്ത് ചെയ്യും? KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ 2 തവണയായി തുടർച്ചയായി മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയില്ലായിരുന്നു. അതാണ് ഏറ്റവും ഒടുവിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന് മേൽ സമ്മർദ്ദം ചെലുത്താൻ പോലും ശ്രമം ഉണ്ടായത്. ഇനിയിപ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രന് ആശ്വസിക്കാം. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല, വടകരയിൽ സ്ഥാനാർത്ഥിയെ വന്ന സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷമുള്ളൊരു നിയോജകമണ്ഡലമായിരുന്നു വടകര. ആ നിയോജകമണ്ഡലത്തിൽ 1 ലക്ഷത്തി അറിയാമല്ലോ 50,000 വോട്ടുകൾ മറിച്ചുകൊണ്ടാണ് ഞാൻ 56,000 വോട്ടിന് ജയിച്ചത്. അപ്പോൾ ഒരു വലിയ വിജയമായിരുന്നു അത്. ആ വിജയത്തേക്കാൾ നല്ല വിജയം ഇത്തവണ ഉണ്ടാകുന്നതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷ. CPM സ്ഥാനാർത്ഥി P ജയരാജനെ തോൽപ്പിക്കാൻ RMP അടക്കം പിന്തുണ നൽകുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലനാകരുത് എന്ന ഒറ്റ ചിന്തയിലാണ് അവസാനം K മുരളീധരനിൽ എത്തിയത്. വടകരയെ സംബന്ധിച്ച് വരുമ്പോൾ ശക്തമായൊരു പോരാട്ടം നടത്തുന്ന സ്ഥലമാണ്. ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇതൊരു ചലഞ്ചാണ്. ഇത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ 2 കാര്യങ്ങളിലും പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു. മുരളിയുടെ സ്ഥാനാർത്ഥിത്വത്തെ K കരുണാകരനുമായി കൂട്ടിച്ചേർത്ത് കാണാനാണ് സഹോദരി പത്മജയ്ക്ക് താല്പര്യം. അഭിമാനം തോന്നി. കാരണം പലരും മടിച്ചു നിന്നൊരു സ്ഥലത്ത് വളരെ ധൈര്യപൂർവ്വം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെയാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിച്ചത്. കാരണം കോൺഗ്രസിനൊരു ക്ഷീണം വരുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം ആ അച്ഛൻ്റെ മകനാണ് താനെന്ന് ഒരിക്കൽ കൂടെ K മുരളീധരൻ തെളിയിച്ചു. K മുരളീധരന് ധൈര്യം നൽകി വടകരയിലേക്ക് കൊണ്ടുവരുന്നതിൽ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗും നിർണായക പങ്കുവഹിച്ചു. ലീഗിനോട് അത്ര താല്പര്യമില്ലാത്ത മുരളിക്ക് കടുത്ത പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസമാണ് ലീഗ് നൽകിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18. ന്യൂസ് 18 എഡിറ്റർ രാജീവ് ദേവരാജും നമുക്കൊപ്പം ചേരുന്നു. രാജീവ്, ശക്തനായ കാൻഡിഡേറ്റ് തന്നെ ഒടുവിൽ വടകരയിൽ മുരളീധരൻ, സമ്മതിക്കാം. പക്ഷേ ഇത്രയേറെ വലിച്ചു നീട്ടിയ ശേഷം ഇത്രയേറെ ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കടുത്ത അവഹേളനങ്ങൾ പരസ്യമായും ചാനൽ ചർച്ചകളിലും എല്ലാം ഏറ്റുവാങ്ങിയ ശേഷമാണ് മുരളീധരന്റെ പ്രഖ്യാപനം വരുന്നത്. എന്ത് ഗുണമാണ് കോൺഗ്രസിനുണ്ടാകുക? മുല്ലപ്പള്ളി പറഞ്ഞ പോലെ ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വന്നു. അത് ഏറ്റവും നമ്പർ 1 സീറ്റായ വയനാടിന്റെ കാര്യത്തിൽ പോലും ഉണ്ടായി. അതിനൊക്കെ ശേഷമാണ് വടകരയിൽ സിറ്റിംഗ് സീറ്റായ 2 തവണയായി സിറ്റിംഗ് സീറ്റായ വടകരയുടെ കാര്യത്തിലും സംശയം വന്നു. അവിടെ ദുർബലനായ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ള കാര്യത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടായി. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ K മുരളീധരൻ എന്ന മുൻ KPCC പ്രസിഡന്റ്, കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളായ K മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. വടകരയ്ക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ വടകരയ്ക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. 1971 ലീലാ ദാമോദര മേനോനെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച് ചുവരെഴുത്ത് വരെ നടത്തിയ ശേഷമാണ് അവിടെ KP ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസിന്റെ നേതാവ്, അന്ന് ഇന്ദിരാഗാന്ധി നേരിട്ട് തീരുമാനിച്ച് KP ഉണ്ണികൃഷ്ണനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. അങ്ങനെ അവസാന നിമിഷം അവിടെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി തൊട്ടടുത്തുള്ള ചരിത്രം നോക്കിയാൽ 2009 വടകരയിൽ മത്സരിക്കാൻ ആരുമില്ല. അവിടെ TP ചന്ദ്രശേഖരനെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിച്ചു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. CP ജോണിനെ അവിടെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അത് ഒരുപക്ഷെ അത് വർക്ക് ചെയ്തില്ല. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് വയനാടല്ലാതെ മറ്റൊരു സീറ്റിലും മത്സരിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രനെ ഇതേപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ആത്മവിശ്വാസം നൽകി അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും അതിന് തൊട്ട് മുൻപിലെ തവണ 1,30,000 വോട്ടിന് ജയിച്ച CPMന് ആ സീറ്റ് നഷ്ടപ്പെടുകയും ഏതാണ്ട് 56,000-ഓളം വോട്ടിന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും അവസാനം വന്ന് കയറിയവർക്ക് പോലും വടകര അല്ലെങ്കിൽ അത്തരത്തിലൊരു വിജയം നൽകി ഒരു സ്വീകരിച്ചിട്ടുള്ള ഒരു ചരിത്രം ഉണ്ട്. പക്ഷേ ഇത്തവണ എന്താകും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് P ജയരാജനാണ്.
ലീഗിന്റെ പ്രത്യേകത നേരത്തെ മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇത്തവണയും ലീഗ് പ്രത്യേകമായി ഇടപെട്ടു എന്നുള്ള വാർത്തകൾ, പിന്നെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ടു, അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചു എന്നെല്ലാം വാർത്തകൾ വരുന്നു. ലീഗിന് ഒരു പ്രത്യേക താല്പര്യം മുരളിക്ക് പുറത്ത് ഏത് രീതിയിൽ, എങ്ങനെ? ആ പ്രദേശത്ത് അത് പല മണ്ഡലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് നിർണായകമായ സ്വാധീനം അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകൾ ഉള്ള മണ്ഡലമാണ് വടകര മണ്ഡലം. അതുകൊണ്ട് തന്നെയാണ് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ മടിച്ചു നിന്നപ്പോഴും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയത് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇടപെട്ടാണ് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരത്തിനിറക്കിയത്. അതേപോലെ തന്നെ ഇപ്പോൾ ലീഗ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു മുൻകൈ കെ മുരളീധരനെ അതിലുപരി ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കണം എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് അഭിപ്രായം ഉണ്ടായിരുന്നു. അവർക്ക് ആ കാര്യത്തിൽ അതൊരു ആവശ്യമായിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കെ മുരളീധരനെ രംഗത്തിറക്കുന്നത്. ഇതിനിടയിൽ ഇതൊരു വലിയ സമ്മർദ്ദമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുകളിൽ വന്നപ്പോൾ അദ്ദേഹം കൂടി ഇതിന് മുൻകൈ എടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി. ഇതിനിടയിൽ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇവരെല്ലാവരും കൂടെ ചേർന്ന ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായാണ് കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അതിൽ മുസ്ലിം ലീഗിനും ഒരു നിർണായകമായ പങ്കുണ്ട്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം വന്ന ശേഷമുള്ള പത്മജയുടെ പ്രതികരണം, പാർട്ടിക്ക് ദോഷം വരുത്തുന്ന ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല, ആ അച്ഛന്റെ മകനാണെന്ന് തെളിയിച്ചിരിക്കുന്നു കെ മുരളീധരൻ എന്ന് പറയുന്നു. ഈ 2004 ഒക്കെ മറന്നുകൊണ്ടുള്ള പത്മജ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം തന്നെയായിരിക്കും. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വലിയ രീതിയിലൊരു ആവേശമുണ്ടാക്കി, അതായത് ആ സംഘടനയ്ക്ക് ഒരു ചലനാത്മകത ഉണ്ടാക്കിയ KPCC പ്രസിഡന്റ് ആയിരുന്നു കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ പറയുമ്പോൾ ആരും മത്സരിക്കാൻ തയ്യാറാകാതിരുന്നിടത്ത് മുന്നോട്ട് വന്നു. അങ്ങനെയല്ല, ഇത് മറ്റു നേതാക്കൾ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടു, ആ കാര്യം സംസാരിച്ചപ്പോൾ പാർട്ടിക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് കെ മുരളീധരൻ പറയുകയായിരുന്നു. പക്ഷേ അതിലുപരി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദോഷം വരുന്നത് ഒരിക്കലും കെ കരുണാകരന് താല്പര്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രവുമായി യോജിച്ചു പോകുന്ന കാര്യമല്ല. 2004 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടാതെ വലിയ പരാജയം ഉണ്ടായതിന്റെ ഏറ്റവും വലിയ കാരണം കെ കരുണാകരന്റെ നേതൃത്വത്തിൽ, കെ മുരളീധരന്റെ നേതൃത്വത്തിൽ അന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിനെതിരെ, കോൺഗ്രസിന്റെ ഔദ്യോഗിക പാർട്ടിക്കെതിരെ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ വെല്ലുവിളിയും അല്ലെങ്കിൽ ഒരു വിമത ശബ്ദവും പാർട്ടി പിളരുന്നതിന് തൊട്ട് മുൻപാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി പിളർന്ന് പുറത്തുപോയി. ഇത്തരത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കെ കരുണാകരന്റെയും കെ മുരളീധരന്റെയും ഒക്കെ നടപടികൾ കോൺഗ്രസിന് വലിയ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കെ കരുണാകരൻ പെട്ടെന്ന് തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും അതിൽ നിന്നെല്ലാം പിന്നീട് പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുവന്നത് പിന്നീട് വന്ന നേതൃത്വമാണ്. അതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരന് ഇത്തരത്തിൽ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹോദരൻ ഇത്തരം ഒരു വെല്ലുവിളി ഏറ്റെടുത്തു വരുന്നു എന്നുള്ളത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിമാനം നൽകുന്ന കാര്യമായിരിക്കും. കെ മുരളീധരന്റെ ജയസാധ്യതകളൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കേണ്ട, പക്ഷേ ഏത് രീതിയിലായിരിക്കും ഒരു പ്രചാരണം എന്ന് നോക്കേണ്ടി വരുന്നു. കാരണം ഇടത് സ്ഥാനാർത്ഥി ആദ്യഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്നത്. മിക്കവാറും മുല്ലപ്പള്ളി നടപ്പാക്കിയ വികസന പദ്ധതികൾ എടുത്തു പറയുക, പിന്നെ P ജയരാജനെതിരെ അക്രമ രാഷ്ട്രീയം എന്നുള്ളൊരു ലേബലും പ്രചാരണം നടത്തുക, ഇതായിരിക്കും മുരളിയുടെ അജണ്ട പ്രചാരണം. ഇത് പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വൈകി വരുന്നു എന്നുള്ളത്, നല്ല സ്ഥാനാർത്ഥിയും വിജയസാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അണികൾ ഏറ്റെടുക്കും എങ്കിൽ അത് വൈകി വരുന്നു എന്നുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത്ര ഒരു വലിയ പ്രശ്നമാകാറില്ല. പ്രത്യേകിച്ചും ഇവിടെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഈ മേഖലകളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അദ്ദേഹം കോഴിക്കോട് പലതവണ അദ്ദേഹം MP ആയി ഇരുന്നിട്ടുണ്ട്, MP ആയി പ്രതിനിധീകരിച്ചിട്ടുണ്ട്, കോഴിക്കോട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലും കെ മുരളീധരന് അവിടെ എത്രയും പെട്ടെന്ന് അവിടുത്തെ ഒരു മത്സരാർത്ഥിയായി മാറുന്നതിനും P ജയരാജന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതിനും ഒരു തടസ്സവും ഉണ്ടാകില്ല. അതിനപ്പുറം RMP എന്ന് പറയുന്ന സംഘടന അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരണം എന്ന് പറയാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ കാരണവും അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള കാരണവും P ജയരാജൻ എന്ന അവരുടെ രാഷ്ട്രീയ ശത്രുവിനെ, രാഷ്ട്രീയ എതിരാളിയെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ കൂടി ഒരു വലിയ പിന്തുണ ഉണ്ടാകും. അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ഒരു നല്ല, അതായത് പ്രബുദ്ധമായ വടകര മണ്ഡലത്തിലെ ജനങ്ങൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ അറിയാനുള്ള കാര്യമാണ്. ഏതായാലും വടകര
ഒരു കടുത്ത പോരാട്ടത്തിന് തന്നെയാണ് വേദിയാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും. വടകരയിൽ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മറുവശത്തുനിന്നുണ്ട്. ഈ പറയാതെ പറയുന്ന ഒരു സഖ്യമുണ്ടല്ലോ വടകരയിൽ, അതിനെ ഈ വട്ടിയൂർക്കാവിലേക്ക് കൂടെ വലിച്ചു നീട്ടി വിശകലനം ചെയ്യപ്പെടേണ്ടി വരുമോ? അപർണ, അത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ MLA-മാർ മത്സരിക്കുന്നതിന് എതിരായി കെ മുരളീധരൻ നിലപാടെടുത്തിരുന്നു. ഇടതുപക്ഷത്ത് MLA-മാരെ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും കോൺഗ്രസ് പൊതുവായ ഒരു നയം എടുത്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് MLA-മാർ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല എങ്കിൽ, അതല്ല BJPക്ക് കൂടുതൽ സാധ്യതയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ അത്തരത്തിൽ ഉള്ള MLA-മാരെ മാറ്റരുത് അല്ലെങ്കിൽ മത്സരിപ്പിക്കരുത് എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരുന്നതായി ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പാലക്കാട് ഷാഫി പറമ്പിലിനെ പരീക്ഷിക്കാതിരുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് വട്ടിയൂർക്കാവ് MLA ആയ കെ മുരളീധരന്റെ പേര് വയനാട്ടിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു. ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് വയനാട്ടിൽ ഞാൻ പോയി മത്സരിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ കോൺഗ്രസിന് ജയിക്കാവുന്നതാണ് എന്നുള്ളതായിരുന്നു കെ മുരളീധരന്റെ നിലപാട്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ BJP അതിശക്തമായ നിലയിൽ മുന്നോട്ട് വന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയൊരു മണ്ഡലത്തിൽ കെ മുരളീധരൻ വിജയിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എന്താകും ഫലം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആശങ്കയുണ്ട്. അല്ലെങ്കിൽ BJPക്ക് വീണ്ടും ഒരു വിജയസാധ്യത ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില ഒരു ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഒക്കെ ഇതിനിടയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം എന്നുള്ളതൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ഇത് ഫലം വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇത്തരത്തിലുള്ള ചില സംസാരങ്ങൾ കൂടി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇപ്പൊ പറഞ്ഞല്ലോ 9 MLA-മാരാണ് കളത്തിലിറങ്ങുന്നത്. ഇത്രയും ജനപ്രതിനിധികൾ മത്സരിക്കുന്നത് തന്നെ കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ട്. അപ്പോൾ ഈ ലോക്സഭ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം നേരിടാൻ പോകുന്നത് മിക്കവാറും ഒരു മിനി തെരഞ്ഞെടുപ്പ്. അത്രയും നിർണായകമായിട്ടുള്ള വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഇനി ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തലവേദന. ഏതായാലും 9 ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കാനുള്ള സാധ്യത ഇല്ല. മത്സരിക്കുന്ന എല്ലാ MLA-മാരും വിജയിക്കണമെന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും അധികം ജനപ്രതിനിധികൾ, അത് സിറ്റിംഗ് MP-മാരുണ്ട്, അതിനോടൊപ്പം MLA-മാർ ഇത്രയും അധികം മത്സരിക്കുന്നത്, അത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്ത് നിന്ന്. ഇതിനു മുൻപ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് 3 MLA-മാരെ ഫീൽഡ് ചെയ്തിരുന്നു. ഒന്ന് ആലപ്പുഴയിൽ KC വേണുഗോപാൽ, എറണാകുളത്ത് KV തോമസ്, അതുപോലെ തന്നെ കണ്ണൂരിൽ K സുധാകരൻ. പക്ഷേ ഇടതുപക്ഷം ഇത്രയും അധികം MLA-മാരെ ഫീൽഡ് ചെയ്യുക, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും MLA-മാർ വരിക, ഒന്നിച്ച് 9 MLA-മാർ മത്സരിക്കുക, ഇതൊക്കെ ആദ്യമായിട്ടാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം എണ്ണം എത്രയും നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിലും ചില ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരും. റൈറ്റ്. ഇനി BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇനി വരാനുള്ളത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആര്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയ്ക്കും ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനും മത്സരിക്കാൻ താൽപര്യം പത്തനംതിട്ട സീറ്റിലാണ്. അവസാനം അൽഫോൺസ് കണ്ണന്താനം വരെ പത്തനംതിട്ടയിൽ കണ്ണുവെച്ച് രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ദില്ലിയിൽ നിന്ന് ചേർന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ് ദില്ലിയിൽ. അഭിലാഷ്, കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികകൾ പത്തനംതിട്ട അടക്കം തർക്കത്തിലുള്ള മണ്ഡലങ്ങളിലടക്കം ആരായിരിക്കും അവസാനം പ്രഖ്യാപിക്കപ്പെടുക എന്ന് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാം? അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ക്ലൈമാക്സ് എന്ത് എന്നറിയുന്നതിന് ഇനിയും കാത്തിരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ അവിടെ സംസ്ഥാന ഘടകം നൽകിയ പേരുകൾ ഒന്നടങ്കം കേന്ദ്ര നേതൃത്വം വെട്ടിക്കളഞ്ഞിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വെട്ടിക്കളഞ്ഞിരിക്കുന്നു. 11 MP-മാരിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സസ്പെൻസും ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ K സുരേന്ദ്രൻ്റെയും PS ശ്രീധരൻപിള്ളയുടെയും പേരുകൾ ഉൾപ്പെടെ ഓരോ മണ്ഡലത്തിലും, തിരുവനന്തപുരം ഒഴിച്ചു നിർത്തിയാൽ ഓരോ മണ്ഡലത്തിലും ഒന്നിലധികം ആളുകളുടെ പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ എത്തുന്നത്. കേരളത്തിന്റെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം 6 മണിക്ക് ഇവിടെ ആരംഭിച്ചതാണ്. ഇപ്പോഴും ഓരോ സംസ്ഥാനങ്ങളെയും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രധാന പരിഗണന നൽകുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സംസ്ഥാനങ്ങൾക്കാണ്. അതിനുശേഷമാണ് കേരളത്തിന്റെ പട്ടികയെ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 10 മണിക്ക് ശേഷം
മാത്രമേ കേരളത്തിന്റെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പരിഗണിക്കുകയുള്ളൂ. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ന്യൂനപക്ഷ മുഖങ്ങളെ അടക്കം മത്സരത്തിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ടോം വടക്കന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും ഉൾപ്പെടെയുള്ള പേരുകൾ കടന്നു വരുന്നത്. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരിക്കും തയ്യാറാക്കുക. ഒപ്പം എടുത്തു പറയേണ്ടത് RSS വളരെ കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത്. അതായത് കെ സുരേന്ദ്രനെ പോലെ ഒരു ജനകീയ മുഖമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു നേതാവിനെ പത്തനംതിട്ട പോലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് RSSനുള്ളത്. ഇന്ന് നടക്കുന്ന അവസാന നിമിഷങ്ങളിൽ നടന്ന ചർച്ചകളിലും RSS ആ നിലപാട് ഉയർത്തിപ്പിടിക്കുക തന്നെയായിരുന്നു. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് കൂടി RSS അറിയിക്കുകയുണ്ടായി. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര വോട്ടുകൾ നേടിക്കൊണ്ട് BJPയുടെ കരുത്തെന്ത് എന്ന് കേരളത്തിൽ കാണിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് KP അഭിലാഷാണ് ദില്ലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ വിശദാംശങ്ങളുമായി രാജീവ്, ഇപ്പോഴും RSSന്റെ നിർണായകമായ ഇടപെടൽ വരുന്നതായി അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പത്തനംതിട്ടയാണ്. രാഷ്ട്രീയ സാഹചര്യം ഒരു 1-2 ആഴ്ചക്കകം നന്നായിട്ട് മാറിയ സാഹചര്യത്തിലും ശബരിമല വോട്ട് ബാങ്ക് ആകുമെന്നും BJP കൃത്യമായി കരുതുന്നു. പത്തനംതിട്ടയിലേക്കുള്ള കടിപിടി അതുകൊണ്ടാണ്. ശബരിമല കൊണ്ട് മാത്രമല്ല പത്തനംതിട്ടയ്ക്ക് കൂടുതൽ താല്പര്യം BJPയിൽ ഉണ്ടാകുന്നത്. 2009 ഏതാണ്ട് 56,000 വോട്ട് മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അവിടെ MT രമേശ് വന്നതോടുകൂടി 56,000 വോട്ട് എന്നുള്ളത് ഒറ്റയടിക്ക് 1,38,000 പരം വോട്ടായി MT രമേശ് BJPയുടെ വോട്ടുകളെ വളർത്തി. അവിടെ ഈ ശബരിമല എന്നൊരു പ്രശ്നം കൂടി വരുമ്പോൾ BJP വലിയ സാധ്യത കാണുന്നുണ്ട്. അത് തന്നെയാണ് കെ സുരേന്ദ്രനായാലും PS ശ്രീധരൻപിള്ളയ്ക്കായാലും ഒക്കെ പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടാകാൻ കാരണം. ഇവിടെ കെ സുരേന്ദ്രന്റെ പേരിന് തന്നെയാണ് പത്തനംതിട്ടയിൽ മുൻഗണന ലഭിക്കുന്നത്. കാരണം ഇതില്ലായിരുന്നുവെങ്കിൽ തൃശൂർ മണ്ഡലത്തിലായിരുന്നു കെ സുരേന്ദ്രൻ മത്സരിക്കേണ്ടിയിരുന്നത്. പക്ഷേ BDJSന് സീറ്റ് നൽകുന്നു. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാകുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി BJP സ്ഥാനാർത്ഥിക്ക് തൃശൂരിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മണ്ഡലമല്ല, കെ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു നീതികേടാണ്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയാണ് അദ്ദേഹത്തിന് പിന്നെ മത്സരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം. അതേ മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്കും താല്പര്യമുണ്ടാകുന്നു. ഇതിൽ ഇപ്പോൾ BJPക്കകത്ത് പല ഭിന്നതകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. NSSന്റെ പിന്തുണ PS ശ്രീധരൻപിള്ള അവകാശപ്പെടുന്നു, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പിന്തുണ അവകാശപ്പെടുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ആ സീറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന വിമർശനം BJPക്കകത്ത് തന്നെ PS ശ്രീധരൻപിള്ളയ്ക്ക് എതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഏതായാലും പത്തനംതിട്ടയുടെ കാര്യത്തിൽ കെ സുരേന്ദ്രന് താല്പര്യമുണ്ട്, PS ശ്രീധരൻപിള്ളയ്ക്ക് താല്പര്യമുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനം കൂടി പത്തനംതിട്ടയുടെ കാര്യത്തിലുള്ള താല്പര്യം തുറന്നു പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പം NSSന്റെ താല്പര്യം സുരേന്ദ്രൻ പിള്ളയാണോ അതോ കെ സുരേന്ദ്രനാണോ ശ്രീധരൻ പിള്ളയാണോ അതെല്ലാം അവിടെ ഒരു വശത്ത് നിൽക്കുന്നു, അത് തീരുമാനിക്കുന്നു. പക്ഷേ അതിനകത്ത് RSSന്റെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിന് അതനുസരിച്ച് അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കേണ്ട പത്തനംതിട്ടയിൽ എന്നുള്ളൊരു സൂചനകൾ വരുന്നു. അപ്പോഴും ടോം വടക്കൻ, അൽഫോൺസ് കണ്ണന്താനം ഇവരുടെ എല്ലാം പേരുകൾക്ക് ഒരു കൃത്യമായ ഒരു പരിഗണന നൽകുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കുന്നതിൽ BJP ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണോ കരുതുന്നത്? ഈ RSSന്റെ കാര്യം പറഞ്ഞാൽ RSSനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാർ NDA സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുക, വിജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ RSSനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അതിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ള താല്പര്യമാണ് RSSന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ സുരേന്ദ്രൻ അടക്കമുള്ള ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നുള്ളത് ഒരുപക്ഷെ അവർ വാദം ഉന്നയിക്കുന്നതിന് പിന്നിൽ അത് മാത്രമാണ്. അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ള സംഘടനാ രംഗത്ത് നിന്ന് കൊണ്ട് സംഘടനയെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന ഉത്തരവാദിത്തത്തിലേക്ക് മാറണം എന്ന താല്പര്യവും RSSന് ഉണ്ടാകാം. ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ BJP ഒരു കേരളത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ പരമാവധി മത്സരിപ്പിക്കുക എന്നുള്ള ഒരു നയം BJP എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്, ടോം വടക്കന്റെ പേര് പരിഗണിക്കുന്നുണ്ട്, മറ്റ് സാധ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഗണിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ
ഒരുപക്ഷെ അൽഫോൺസ് കണ്ണന്താനത്തെ ഇടുക്കിയിലോ അതല്ലെങ്കിൽ ചാലക്കുടിയിലോ പരിഗണിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ കൂടുതൽ സാധ്യത ഇടുക്കിയായിരിക്കും. ടോം വടക്കനെ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പരിഗണിച്ചിരുന്നില്ല. എറണാകുളത്തേക്ക് പരിഗണിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ടോം വടക്കന് അങ്ങനെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ, ബി.ജെ.പിയുടെ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എറണാകുളം സീറ്റ് ലഭിക്കാനാണ് സാധ്യത. ഇതിനൊക്കെയുള്ള കാരണം ഇത്തരത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ കേരളത്തിൽ മത്സരിപ്പിക്കുക എന്നുള്ള ബി.ജെ.പിയുടെ നയത്തിന്റെ ഭാഗമാണ്. ഏതായാലും ഇന്ന് അൽഫോൺസ് കണ്ണന്താനം ഒരു പ്രതികരണവും നടത്തി. കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു അൽഫോൺസ് കണ്ണന്താനം. തനിക്ക് താല്പര്യം പത്തനംതിട്ടയാണ്, കൊല്ലത്തെക്കാൾ നല്ലത് മലപ്പുറമായിരിക്കുമെന്നും അൽഫോൺസ് കണ്ണന്താനം ന്യൂസ് 18നോട് പറഞ്ഞു. എന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്ന പത്തനംതിട്ട മണ്ഡലമാണ്. കാരണം ഞാൻ നേരത്തെ MLA ആയിരുന്ന കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങള് ഇപ്പോൾ പത്തനംതിട്ട പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ഞാൻ അവിടുത്തുകാരനാണ്, എന്റെ ഭാര്യ അവിടുത്തുകാരത്തെയാണ്. ഞാൻ കോട്ടയം ജില്ലയുടെ കളക്ടറായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ട് ഞാൻ അവിടുത്തെ ലോക്കൽ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അവിടെ എനിക്ക് വിജയസാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെ അവിടെ പരിഗണിക്കുകയായിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലും നല്ല കൊല്ലം കിട്ടുന്നതിൽ എനിക്ക് മലപ്പുറം കിട്ടുന്നതാണ്. അതൊരു പരിഹാസ രൂപം തന്നെയായിപ്പോയി. മലപ്പുറത്ത് മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരിക്കും ഒരുപക്ഷെ ഈ വാക്കുകളുടെ ബാധ്യത ചുമക്കേണ്ടി വരും. അതിലുപരി ഇപ്പോ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ വലിയ നേതാക്കൾ, ഇവരൊക്കെ കൂടി ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ സജഷൻ, ഇപ്പോൾ അവർ തീരുമാനിക്കുന്നത് കൊല്ലത്തേക്കാണ് എങ്കിൽ പോലും അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഇത്തരത്തിലൊരു പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതായാലും അത് കൊല്ലത്തേക്ക് പരിഗണിക്കുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം പോലും അൽഫോൺസ് കണ്ണന്താനം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തെ കൊല്ലത്തേക്ക് പരിഗണിക്കുന്നുണ്ടാവില്ല, മറ്റൊരു മണ്ഡലത്തിൽ തന്നെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ ഏതായാലും പരിഗണിക്കാൻ സാധ്യത കുറവാണ്. മറ്റൊരു മണ്ഡലത്തിൽ, ഇടുക്കിയിലോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിലേക്ക് തന്നെയായിരിക്കും പരിഗണിക്കാൻ ബി.ജെ.പി പരിഗണിക്കുന്നത്. ഏതായാലും പക്ഷേ ഇത്തരത്തിൽ ഒരു പരിഹാസ രൂപേണയുള്ള അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണം ബി.ജെ.പിയിൽ ഇപ്പോഴത്തെ നേതൃത്വം ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അത്ഭുതപ്പെടുന്നതാണ്. ഇരട്ട കൊലപാതകമടക്കം CPM-നെതിരെ വൻ പ്രചാരണായുധവുമായി കാസർകോട്ടേക്ക് വണ്ടി കയറിയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല എന്ന് നിലവിളിക്കുന്നതാണ് ഇന്ന് നമ്മൾ കേട്ടത്. ആ നാട്ടിൽ ചെന്ന് DCC പ്രസിഡന്റിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഉണ്ണിത്താൻ പ്രചാരണത്തിനിറങ്ങാതെയും പ്രതിഷേധിച്ചു. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ഒരു മിനറൽ വാട്ടർ പോലും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ഞാൻ അതീവ ദുഃഖിതനാണ് അക്കാര്യത്തിൽ. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. UDF കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ പാർലമെന്റ് കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കാൻ. നാളെ മുതൽ ഈ UDF കമ്മിറ്റി നൽകുന്ന ഷെഡ്യൂൾ അനുസരിച്ച്, അപ്പൊ സ്ഥാനാർത്ഥിക്ക് ഒരു സ്വല്പസമയം വിശ്രമിക്കാനൊക്കെ അവർ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് നീങ്ങൂ. ഒടുവിൽ KPCC അധ്യക്ഷനൊക്കെ ഇടപെട്ട് തമ്മിൽ തല്ല് പരിഹരിച്ചു. അപ്പോഴേക്കും മാധ്യമങ്ങളുടെ മുന്നിൽ ഈ പരാതിയും ബഹളവും എല്ലാം വരികയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് കാസർഗോഡ് കോൺഗ്രസ് എത്ര പിറകിലേക്കാണ് നടന്നത്? ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഒട്ടും ഗുണകരമല്ല. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നിന്ന് പോയി കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാൻ ചെല്ലുന്നു. ഇന്നിപ്പോൾ ഈ വിമർശനം, മാധ്യമപ്രവർത്തകർക്ക് ഭക്ഷണം നൽകാൻ കഴിഞ്ഞില്ല, വെള്ളം നൽകാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതെങ്കിലും അദ്ദേഹത്തിന് പോലും ഭക്ഷണം കഴിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള പരാതിയും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് തൊട്ടടുത്ത് നിൽക്കുന്ന DCC പ്രസിഡന്റിന് എതിരെയാണ് അദ്ദേഹം ഈ പരാതിയെല്ലാം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ സുബ്ബയ്യ റായിയെ പരിഗണിച്ചിരുന്നു സ്ഥാനാർത്ഥിയായി. അതിന് എതിരെ അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ വേണ്ടി നിന്ന ഒരു വിഭാഗം കാസർഗോഡ് ഉണ്ടായിരുന്നു. അവര് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെട്ടവരാണ്. ഇപ്പോൾ അവർക്കെതിരെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിലൊരു പരാതിയും ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അത്ര സുഖകരമായല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രീതിയിലാണെങ്കിൽ DCC നേതൃത്വവുമായി ഒത്തുപോകാനാകില്ല എന്നും പ്രചരണത്തിന് ഇറങ്ങില്ല എന്നും പറഞ്ഞൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് അവിടുത്തെ പ്രാദേശിക നേതൃത്വവുമായി എങ്ങനെ ഒത്തുപോകാനാകും, അതും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എങ്ങനെ ഒത്തുപോകാനാകും എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രശ്നം. ഇതിൽ ഒക്കെ അപ്പുറം സുബ്ബയ്യ റായി വരും ദിവസങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ നിശബ്ദനാണ്. എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. കാർഷിക വായ്പകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മൊറട്ടോറിയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുരുങ്ങി. മന്ത്രിസഭ തീരുമാനമെടുത്തെങ്കിലും സർക്കാർ ഉത്തരവ് ഇറങ്ങാൻ വൈകി. ഉത്തരവ് ഇറങ്ങിയില്ലെങ്കിലും കർഷകർക്ക് മൊറട്ടോറിയം ആനുകൂല്യം നഷ്ടമാവില്ലെന്ന് കൃഷിമന്ത്രിയും ധനമന്ത്രിയും ഉറപ്പു നൽകി. ചീഫ് സെക്രട്ടറിയും ഇതേ വാദം മുന്നോട്ട് വെച്ചു. വായ്പകളിന്മേലുള്ള
ജപ്തി നടപടികൾക്ക് നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും ഈ ഡിസംബർ 31 വരെയുള്ള ഈ മൊറട്ടോറിയം. കാർഷിക വായ്പകൾക്ക് ഡിസംബർ 31 വരെ മൊറട്ടോറിയം ബാധകമാക്കി ഈ മാസം 5-ന് മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് 10-ന് വൈകിട്ടും 5 ദിവസം കിട്ടിയിട്ടും മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയില്ല. ഇനി തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ ഉത്തരവ് ഇറക്കാനാകൂ. ഫലത്തിൽ ഈ കാലയളവിൽ ബാങ്കുകൾക്ക് ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകാം. എന്നാൽ ഉത്തരവിറങ്ങിയില്ലെങ്കിലും ആനുകൂല്യങ്ങൾ കർഷകർക്ക് കിട്ടുമെന്നാണ് കൃഷിമന്ത്രിയുടെ ഉറപ്പ്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായതുകൊണ്ട് ഈ മൊറട്ടോറിയത്തിന്റെ കാര്യത്തിൽ കൃഷിക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ താഴെത്തട്ട് വരെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രളയത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മൊറട്ടോറിയം ജൂലൈ 31 വരെ നിലനിൽക്കുമെന്നും അതിനാൽ ഇപ്പോഴത്തെ കാലതാമസം വിഷയമാകില്ലെന്നും ധനമന്ത്രി തോമസ് ഐസക്കും പറഞ്ഞു. ഒരു പ്രതിസന്ധിയും കാർഷിക മേഖലയിൽ സംജാതമാകുന്നതല്ല. മൊറട്ടോറിയം ജൂലൈ 31 തുടരും. അതിനുശേഷം നീട്ടുന്ന കാര്യം റിസർവ് ബാങ്കിനോട് ആലോചിച്ചിട്ട് പറയാമെന്ന ബാങ്കുകൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഉത്തരവുണ്ട്. ഒക്ടോബറിൽ സർക്കാർ ഇറക്കിയ മൊറട്ടോറിയം ഉത്തരവ് നിലനിൽക്കുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസും അറിയിച്ചു. മന്ത്രിസഭാ തീരുമാനം ഉത്തരവാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. ഇതിൽ കൃഷിമന്ത്രിക്കടക്കം കടുത്ത എതിർപ്പുണ്ട്. കർഷക ആത്മഹത്യകൾ തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു തിടുക്കപ്പെട്ട് മന്ത്രിസഭ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൃഷിവകുപ്പ് നടപടിയെടുക്കുന്നുണ്ട്, മറ്റു വകുപ്പുകൾ വൈകിപ്പിക്കുമെന്നാണ് കൃഷിമന്ത്രി പറയുന്നത്. 5 ദിവസം ഉണ്ടായിട്ടും വിജ്ഞാപനം ഇറങ്ങിയില്ല. ഇതൊരു കർഷകരെ പറ്റിക്കുന്നത് പോലെ ആയില്ലേ എന്ന് തന്നെയാണ് ചോദ്യം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ എടുത്ത ഒരു തീരുമാനമാണ്, നയപരമായ തീരുമാനം. പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഒരു തീരുമാനമെടുത്ത് അത് ഉത്തരവാക്കി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ ഇതിനുവേണ്ടി മന്ത്രിമാരുടെ തലത്തിലായാലും മുഖ്യമന്ത്രിയുടെ തലത്തിലൊക്കെ യോഗം നടക്കുകയും മറ്റ് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിന് സാങ്കേതികമായി ഇറങ്ങേണ്ട ഉത്തരവിറങ്ങിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൃഷി വകുപ്പിൽ നിന്നുള്ള ഉത്തരവിറങ്ങി, റവന്യൂ വകുപ്പിൽ നിന്നൊക്കെയുള്ള ഉത്തരവ് ഇറങ്ങിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പിഴവായി പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രശ്നം. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ സർക്കാർ എടുത്ത തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിൽ നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നു. അത് പ്രത്യേകിച്ചും ഒരു സർക്കാർ ഇത്തരം ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അത് തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പാക്കേണ്ടതാണ് എന്ന ഉദ്ദേശത്തോടെ തീരുമാനമെടുത്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയുടെ പ്രശ്നം. അതിലുപരി ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം ഒരു മോണിറ്റർ ചെയ്യുന്നതിലും ഇത് നടപ്പാകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിലും അതിന് മുകളിലുള്ള തലത്തിലും ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഏതായാലും പക്ഷേ ഇപ്പോൾ ഈ ആനുകൂല്യം നഷ്ടമാകില്ല എന്നുള്ള മന്ത്രിമാരുടെ ഉറപ്പാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശ്വാസം. കേരളത്തിൽ ഇനി കാത്തിരിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ്. ക്ലിയർ കട്ട് വീണ്ടും നാളെ 9 മണിക്ക്. നമസ്കാരം.